ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ്. വേറെ ആരുടെ ബർത്ത്ഡേ ഒന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ തന്നെയാണ്. അപ്പോൾ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ഒരു ചെറിയ കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാതെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ കേക്ക് ഉണ്ടാക്കി നോക്കലുണ്ട്, പക്ഷേ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല. എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. ജൂലൈ 3-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള മടി, അതാണ് ഒന്നാമത്. പിന്നെ പനിയും തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റ് ആയതാണ് വീഡിയോ ഇടാൻ. അപ്പോൾ എന്തായാലും കേക്കിൻ്റെ മിക്സ് ഒഴിക്കാനുള്ള പാത്രം ഞാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓയിൽ എല്ലാ സൈഡിലും എല്ലാ മുക്കിലും മുകളിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ നല്ല കണ്ട് പിടിച്ചോളും ഓയിലൊക്കെ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിന് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ ഒരു കുഞ്ഞു തട്ടിക്കൂട്ട് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിൽ 3 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എഗ്ഗ് എടുക്കുമ്പോൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ട പൊട്ടിച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അറിയാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇനി എന്താ നല്ല ബീറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പലരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. ഒന്ന് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് നല്ലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഷുഗർ എടുക്കുക. ഞാൻ 1 കപ്പാണ് പഞ്ചസാര ഇടുന്നത്. ഷുഗർ ഇടുമ്പോൾ മൊത്തത്തിലാണ് ഇടരുത്. നമ്മൾ കുറച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെയും കുറച്ചിട്ടെടുക്കുക. അങ്ങനെ ബീറ്റ് ചെയ്യണതാവും നല്ലത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബർത്ത്ഡേ വ്ളോഗ് എന്നാണ്, പക്ഷേ ഇതിപ്പോൾ കേക്കിൻ്റെ റെസിപ്പിൻ്റെ വ്ളോഗായോ. അങ്ങനെ ഷുഗർ മൊത്തം ആഡ് ചെയ്തതിന് ശേഷം നല്ലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തേക്കണേ. പിന്നെ ഞാൻ മൈദപ്പൊടി കുറച്ച് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്ക് ബേക്കായി കിട്ടുമ്പോൾ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് പിസ്തൻ്റെ എസൻസും ഒഴിച്ചു കൊടുത്തിരുന്നു. അതാണ് ഈ ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളർ ആയത്. ഒരു പിസ്തൻ്റെ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ എസൻസും ഒഴിച്ചു കൊടുത്തത്. കേക്കിൻ്റെ മിക്സ് എപ്പോഴും ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നല്ല ലൂസും അല്ല, എന്നാൽ നല്ല കട്ടിയിലും അല്ലാതെ ഇതുപോലെ കിട്ടണം. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ മിക്സ് മുഴുവനും നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി നല്ലോണം ഒന്നിങ്ങനെ കൊട്ടിക്കൊടുക്കുക. നല്ല ബബിൾസ് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് നല്ല കണ്ട് വിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ ഇനി നമുക്കത് ഒന്ന് ജസ്റ്റ് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആ നടുവിൽ കാണുന്നത് വേവാത്തതല്ല കേട്ടോ, അത് ആവി ഇറ്റിയതാണ്, വെള്ളം ഇറ്റിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ കേക്കൊക്കെ നല്ല ചൂടായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ, കേക്കിൻ്റെ മുകളിൽ നമുക്ക് ക്രീം തേച്ചെടുക്കണം. അപ്പോൾ ഇനി ആ പരിപാടിയും കൂടി ചെയ്തിട്ട് കാണാം. അപ്പോൾ അതും സെറ്റാക്കി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും നല്ല മാരകമായ ഡിസൈനാവും ഞാൻ വരയ്ക്കുന്നുണ്ടാവുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരു കുഞ്ഞു ഡിസൈനാണ് വരയ്ക്കണത്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലടാ, കുഞ്ഞു ലവ് കൊണ്ട് വരച്ചു കൊടുത്ത് പിന്നെ എൻ്റെ ഏജും ഞാനൊന്ന് എഴുതി കൊടുത്ത്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, രസമില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടമാവില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക്. ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ കളറാക്കി സെറ്റാക്കി എടുത്തത്. ഇനി അടുത്ത പരിപാടി നമുക്ക് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. മീഷോന്ന് വാങ്ങിയൊരു ചെറിയൊരു ടോപ്പാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ടോപ്പ് മാത്രം, പാൻറ്റും ഷോളൊക്കെ എൻ്റെ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അതിൻ്റെ മുമ്പ് ഒരു ചെറിയൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, കേക്കിൻ്റെ ഡിസൈനും പിന്നെ ഞാൻ ഉണ്ടാക്കി ഒരു കളർ കൊടുത്ത് ഡിസൈൻ വരച്ചതാണ്. ആ കാണുന്ന കൊടവും കേക്കും സെയിം ഡിസൈൻ ആയിപ്പോയി. അത് മനഃപൂർവ്വം ആയതൊന്നുമല്ല, എൻ്റെ മൈൻഡിന് ഒരു ഡിസൈൻ വന്ന് അത് അപ്പോണ്ട് കേക്കിന് ചെയ്ത്, അത്രേ ഉള്ളൂ. ഇനി കുറച്ച് ഫോട്ടോസ് കണ്ടാലോ. ഈ വ്ളോഗിന് ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുമോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു ചെറിയൊരു കുട്ടി കേക്ക് കട്ടിങ്ങും പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കലും അതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ ബർത്ത്ഡേൻ്റെ അന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.